രാജമാണിക്യം സൂപ്പർ ഡൂപ്പർ ഹിറ്റല്ലേ. പക്ഷെ ഒരിക്കലും ഞാനത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ കൂടെയുള്ള പല സഹനടന്മാർക്കും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കും എന്തിങ്ങനെ പോകുന്നു ഈ ഒരു തമിഴ് സ്റ്റൈലിലാണല്ലോ ഈ സിനിമ പോകുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ആകെ കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് ഈ മമ്മൂക്കൊക്കെ മാത്രമേ ഉള്ളൂ ഈ പടം വിജയിക്കുന്നു. ക്യാമറയുടെ മുമ്പിൽ ക്യാമറമാൻ മാത്രമല്ല, അന്ന് ഡയറക്ടർ പപ്പേട്ടനും അല്ലെങ്കിൽ ജോഷി സാറും ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കും കൈയും വെച്ചിട്ട് നമ്മൾ നോക്കേണ്ട ലുക്ക്, ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്യാസും കൊണ്ട് ഈ മുഖത്തൊക്കെ സംസാരിക്കണ്ടേ. അപ്പം ഉള്ള ഡയലോഗ് മറന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ ലവിൻ്റെ ഡയലോഗ് ആയിരിക്കും, ഐ ലവ് യു പറയാനാണ് ഈ മുഖത്തൊക്കെ ഇങ്ങനെ പറയാനാ. നമ്മുടെ അടുത്ത് നന്നായി സംസാരിക്കുന്ന ആളായിരിക്കും നമ്മളെ വേണ്ടെന്ന് പറയും മറ്റേ പ്രൊഡ്യൂസറിൻ്റെ അടുത്തും അത് ഇതൊക്കെ. പക്ഷെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരിക്കും. അത് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട്, മീൻസ് ഇത് ബാക്കിൽ. സോ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും റഹ്മാനെ രാഷ്ട്രീയത്തിൽ കാണുമോ? ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പോഴത്തെ ചുറ്റുപാടും കാണുമ്പോൾ തോന്നുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരണോ വേണ്ടെന്നുള്ളത്. പക്ഷേ സോ ഫാർ നോ. കേരള സേഫാണ്. ഐ മീൻ കേരള ഇസ് ഓക്കെ. കേരള ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്റ്റേറ്റാണ് പ്രശ്നം. ബട്ട് മൈ വൈഫ് മെഹർ, ഷീ വാസ് ദ ബിഗസ്റ്റ് സപ്പോർട്ട്. ഇന്ന് വരെ ഷീ ഈസ് സ്റ്റിൽ എ സപ്പോർട്ടിങ് തിങ്. അവളില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ടു മീ. തളർന്നു പോയേനെ. ഷീ വാസ് ദേർ. ബിക്കോസ് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു നടനെ കെട്ടുന്നു, പിന്നെ വലിയ ആഡംബര ലൈഫായിരിക്കും എന്നൊക്കെയാണല്ലോ അങ്ങനെ ആഗ്രഹിച്ച് വരുന്നത് നമുക്ക്. പിന്നെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലൈഫ് വരുമ്പോൾ തുടക്കകാലത്ത് അഭിനയിച്ചതിനേക്കാളും അന്ന് ഒക്കെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നല്ലോ കൂടുതലും അഭിനയിച്ചത്. പക്ഷെ ഇപ്പൊ രണ്ടാമത് വന്നപ്പോഴാണ് കഥാപാത്രങ്ങളിൽ എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത്. അതായത് വില്ലൻ ആണെങ്കിൽ പോലും പോലീസ് വേഷം ചെയ്തു. പിന്നെ ഇപ്പോൾ പൊന്നിൻ സെൽവൻ അല്ലേ, അതിൽ സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യയിലെ തന്നെ വലിയൊരു സംവിധായകനാണ് അങ്ങനെ ഒരു റോളിലേക്ക്. അപ്പം റഹ്മാൻ ഇപ്പോഴും സിനിമയിലുണ്ട്, സിനിമയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ആ കഥാപാത്രം റഹ്മാൻ മതിയെന്ന് എങ്ങനെയാണ് മണിരത്നം തീരുമാനിക്കുന്നത്? ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മധുരാന്തകൻ. മണി സാറായിട്ട് എനിക്ക് കുറേ മുന്നേ പല അവസരങ്ങളും മിസ്സായതായിരുന്നു. അത് ഞാൻ പറയാം, എൻ്റെ മിസ്മാനേജ്മെൻറ്റ്. കുറ്റം പറയുന്നത് എൻ്റെ കുറ്റം തന്നെയാണ്. അങ്ങനെ പല ഇതും പോയിട്ടും. പിന്നെ ഇടയ്ക്ക് പുള്ളി വേറൊരു പടത്തിന് വേണ്ടി ഒരു വേഷം വിളിച്ചപ്പോഴും പോലും ഞാൻ പറഞ്ഞു വേഷത്തിന് ഇത് അത്ര എനിക്ക് പോരാന്ന്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അന്നാണ് എൻ്റെ ഈ പടം ധ്രുവങ്ങൾ 16 റിലീസായതും നന്നായി പോകുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു പൊസിഷന് ഞാൻ ചെയ്ത പുള്ളി ഒരു നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഇനി ഞാൻ നോ പറഞ്ഞപ്പോൾ പുള്ളി ഇനി ഒരിക്കലും എന്നെ കാസ്റ്റ് ചെയ്യില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നു. ആൻഡ് ഒരു മണിരത്നം പടം എന്നെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നീട് പൊന്നിയിൻ സെൽവത്തിനെ വിളിക്കുന്നു. പൊന്നിയിൻ സെൽവത്തിനെ വിളിക്കുമ്പം ഇതും ഞാൻ പറയട്ടെ, ഐ തിങ്ക് ഇറ്റ്സ് ബ്ലെസ്സിങ്. കാരണം പുള്ളീനെ വിളിച്ച് എൻ്റെ അടുത്ത് ക്യാരക്ടർ പറഞ്ഞപ്പം അതിന് മുന്നേ തന്നെ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചെയ്യാൻ പോകുന്നതൊക്കെ അനൗൺസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴും ഇനി എനിക്ക് എന്ത് റോൾ അതിലുള്ളൂ. മീൻ തരുകയാണെങ്കിൽ ചെറിയ 1-2 ദിവസത്തെ റോളാണെങ്കിൽ ഞാനത് എങ്ങനെ വേണ്ടെന്ന് പറയും എന്നൊക്കെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല, അത്രയും നല്ല റോളും ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഉടനെ യെസ് എന്ന് പറഞ്ഞു. പിന്നെ another thing is ഈ പൊന്നിയിൻ സെൽവം ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ആ പ്രോജക്റ്റിൽ എൻ്റെ ഫെയ്ത്താണ് ആ പൊന്നിയിൻ സെൽവൻ. കാരണം 20 years ago ഇത് ഒരു TV സീരിയലായിട്ട് സൺ TV പിക്ചേഴ്സ്, ഈ സൺ TV കളൊക്കെ തുടങ്ങിയ സമയത്ത് മഹാഭാരതമൊക്കെ നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന സമയത്തും ഇത് സീരിയലാക്കി ഡയറക്ടർ സുരേഷ് കൃഷ്ണയും മനോബാലയും ഡയറക്ടറായിരുന്നു ഇത് ചെയ്യായിരുന്നത്. അപ്പോൾ ഈ പൊന്നിയിൻ സെൽവൻ നോവൽ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അന്നാണ് 4 വോളിയം 4-5 വോളിയം ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 4 വോളിയം കൊണ്ടുവന്നിട്ട് വായിക്കാൻ പറഞ്ഞു. ഏത് റോൾ ചെയ്യണമെന്ന് നീ തീരുമാനിച്ചോ. ഞാനൊരു ശരത് കുമാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അന്ന് വന്ധ്യദേവൻ്റെ റോളാണ്. കാരണം അതായിരുന്നു പല നടന്മാരും ആഗ്രഹിച്ച് ചെയ്യാനിരുന്നു. അതായത് ഇപ്പോൾ പൊന്നിയിൻ സെൽവത്തിൽ കാർത്തി ചെയ്ത റോൾ. കാരണം ആ ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഈ കഥ മൊത്തം കൊണ്ടുപോകുന്ന ആ ക്യാരക്ടറാണ് എല്ലാ ഇതായിട്ട്. ആൻഡ് അന്ന് 2 വോളിയം വായിച്ചപ്പോഴേക്കും പ്രോജക്റ്റ് നടന്നില്ല. അപ്പം നിരാശയായി. കാരണം അപ്പം പിന്നെ അത് അങ്ങനെ പോയി. പക്ഷേ ഇന്നും മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ പലരും അത് സ്റ്റേജിലും അവരോടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയായിട്ട് പലരും ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. എന്തോ പല തടസ്സങ്ങളുണ്ടായിരുന്നു. പലരും വിചാരിച്ചു
MGR കാലഘട്ടത്തിൽ തൊട്ട് തന്നെ പല വലിയ വലിയ നടന്മാർ ചെയ്യാൻ വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെ മണിരത്നം സാർ പോലും ഇപ്പോൾ തുടങ്ങിയതിന് മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 5-10 വർഷം മുമ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് തുടങ്ങിയിരുന്നില്ല. ഇന്ത്യൻ ടേക്ക് ഓഫ് ഇപ്പോഴാണ് അത് ടേക്ക് ഓഫ്. അപ്പം എന്നെ വിളിച്ചതും ഞാൻ പറഞ്ഞ ഞാൻ കണക്ട് ചെയ്യാണ്, എല്ലാം ഒരു വിധിയാണ്. എവിടെയെങ്കിലും നടന്നാൽ അതിനൊരു ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പോഴത് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ? അതെ, ഇപ്പം പിന്നെ അഫ്കോഴ്സ് കുറച്ചുകൂടി സീരിയസ് ആണ്. സ്ക്രിപ്റ്റ് വായിക്കും. അങ്ങനെ ഒരു പടം ഇപ്പം ലൈക്ക് ലേറ്റസ്റ്റ് എൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ധ്രുവങ്ങൾ 16. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ സംവിധായകന് വയസ്സ് 22 ഉള്ളൂ. അവൻ അതൊക്കെ ഒരു വലിയ റിസ്ക് എടുത്ത് ചെയ്തതാണ് ഞാൻ. എന്നാൽ പോലും ആ പടം ഇത്ര ഹിറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു ഇത്. പിന്നെ ഞാൻ ഹിറ്റാവാൻ വേണ്ടി ഒന്നല്ല, ഒരു നല്ല ചെയ്യുന്ന സിനിമ ക്വാളിറ്റി നന്നായിരിക്കണം, ഇതുള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇപ്പം നമുക്ക് പറയില്ലേ, നമുക്ക് ഏത് സിനിമ വിജയിക്കുന്ന സിനിമക്കാർക്ക് അറിയില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈമാണ്. ഇപ്പോൾ രാജമാണിക്യം സൂപ്പർ ഡൂപ്പർ ഹിറ്റല്ലേ. പക്ഷെ ഒരിക്കലും ഞാനത് വർക്ക് ചെയ്യുന്ന സമയത്തും ഞാനും എൻ്റെ കൂടെയുള്ള പല സഹനടന്മാർക്കും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ വിചാരിക്കും എന്തിങ്ങനെ പോകുന്നു ഇത് ഒരു തമിഴ് സ്റ്റൈലിലാണല്ലോ ഈ സിനിമ പോകുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ആകെ കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് ഈ മമ്മൂക്കൊക്കെ മാത്രമേ ഉള്ളൂ ഈ പടം വിജയിക്കുന്നു. പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആ പടം പക്ഷെ റോറിങ് സക്സസ് ആയിരുന്നില്ലേ. അതെ, ഈ കാർത്തിക് പുതുമുഖ സംവിധായകനായതുകൊണ്ട് തന്നെ ആ റോൾ എടുക്കുമ്പം ആശങ്കയുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആദ്യം അവോയ്ഡ് ചെയ്തത്. കാരണം ഒന്നാമത് ഇവനെ കണ്ടപ്പം ഇവനൊരു ഡയറക്ടറിനുള്ളൊരു ലുക്കും ഇല്ല. പിന്നെ ഒരു കൊച്ചു പയ്യൻ, പൊടി പയ്യൻ, എൻ്റെ മോളുടെ പ്രായമുള്ളൂ. ആൻഡ് പിന്നെ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ എന്താണ് ഞാൻ ചോദിച്ചു. ആദ്യം കേൾക്കുന്നത് എന്താണ് ക്യാരക്ടർ എന്ന് ചോദിക്കും. അപ്പോൾ ക്യാരക്ടർ പറഞ്ഞാൽ മനസ്സിലാവല്ലോ. അപ്പോൾ ഈ കഥ ഒരു ക്രൈം സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഈ വേറെ ആരെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഒരു 3 മാസം എടുത്തു. പക്ഷേ ഇവരെന്നെ വിട്ടില്ല. എൻ്റെ പുറകെ തന്നെ അത് വീട്ടിൽ വരികയും അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് ഇവരുടെ ഹോംവർക്കൊക്കെ കണ്ടപ്പോൾ ഡയറക്ടറും ക്യാമറമാനും എൻ്റെ എഡിറ്ററൊക്കെ വന്ന് ലാപ്ടോപ്പൊക്കെ തുറന്ന് ഈ സീനിങ്ങിന് അങ്ങനെ. അപ്പം ഒരുവിധം എന്തോ ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് ഇവരുടെയൊക്കെ സങ്കല്പമൊക്കെ ആ ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശരി, ഓക്കെ, ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്ത് നോക്കാം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ പടത്തിൽ നോക്കുമ്പോൾ എല്ലാം അതിൽ വർക്ക് ചെയ്ത കാസ്റ്റും ക്രൂവും ഒക്കെ ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ്. ആൻഡ് എല്ലാം ന്യൂ ഫേസാണ്. ഈ ലെജൻസിൽ നിന്ന് മാറി ഒരു ന്യൂ ഫേസിലേക്ക് വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, സിനിമ എക്സ്പീരിയൻസ്? എനിക്ക് സിനിമ ഇപ്പോൾ ലെജൻസ് ആവട്ടെ പുതുമുഖങ്ങളാവട്ടെ, ഇറ്റ്സ് ഓൾ ദ സെയിം ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് സിനിമ എനിക്ക് നെർവസ്നെസ്സാണ്. ഇപ്പോഴും ഞാൻ ആദ്യത്തെ ദിവസം പോകുമ്പോൾ എനിക്കൊരു നെർവസ്നെസ് ഉണ്ടാവും. ആൻഡ് ബിക്കോസ് എല്ലാം പുതിയതാണല്ലോ, പുതിയ ആൾക്കാർ, പുതിയ കാസ്റ്റ്, പുതിയ ഇത്. ചിലപ്പോൾ 1-2 പേര് എനിക്കറിയാമായിരിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ കംഫർട്ട് സോണിലല്ല വർക്ക് ചെയ്യുന്നത് മറ്റുള്ള നടന്മാരെ പോലെ. കാരണം ഞാനത് പറയാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരു സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. പല നിങ്ങൾക്ക് അറിയാം, ഇന്ന ആർട്ടിസ്റ്റ് നമ്മൾ ഇന്നൊരു ഗ്രൂപ്പിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അധികം. അങ്ങനെ അവർക്കതൊരു കംഫർട്ട് സോണാണ്. എനിക്കതില്ല. ഞാൻ എല്ലാവരുടെയും കൂടി വർക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു ഇതുണ്ടാവും. ഫസ്റ്റ് ഡേ അത് തുടങ്ങി കിട്ടാനുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ എന്താ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചില പുതിയ വിഷയങ്ങൾ വരും. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതിന്ന് ഒഴിവാകാം, അത്രേ ഉള്ളൂ. സോ ഐ ഓൾവേസ് എക്സ്പെരിമെൻ്റലായിട്ടുള്ള ചില സിനിമകൾ ഞാൻ നോക്കും. ടെക്നീഷ്യൻസ് ആവട്ടെ, എല്ലാം നന്നാവണമെന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, ഒരു പിക്ക് ആൻഡ് ചൂസ് പറയുന്ന പോലെയാണ്. അപ്പോൾ സിനിമ തിരഞ്ഞെടുക്കുമ്പം എന്താണ് അപ്പോൾ ശ്രദ്ധിക്കുന്നത്? കഥാപാത്രം അല്ല, കഥ സ്ക്രിപ്റ്റ്. ഇപ്പം കുറച്ചുകൂടി സീരിയസ് ആണ്. കാരണം സിനിമ നല്ലൊരു രീതിയിൽ നല്ലൊരു സെൻസിബിൾ സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ അന്നേ തൊട്ടുള്ള ഞാൻ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അതേപോലെ തന്നെ നല്ല പാട്ടുകളുടെ ഭാഗമായിരുന്നു. റഹ്മാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ ഒരു നല്ല നല്ല പാട്ടുകളായിരുന്നു. മലയാളത്തിലായാലും കൊഞ്ചി കരയല്ലേ, പിന്നെ ചിലമ്പിലെ ഒരു കുടമുറി കല്യാണം എന്നുള്ള, പിന്നെ താരും തളിരും അല്ലേ, അങ്ങനെ നല്ല സംഗീത സംവിധായകരും നല്ല എഴുത്തുകാരുടെയൊക്കെ. എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ അവസരം കിട്ടി, നല്ല സംവിധായകന്മാരുടെ കൂടെ കിട്ടി. അതേപോലെ സംഗീതത്തിലും
മ്യൂസിക്കിലും ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും എനിക്ക് നല്ല ഇല്ലേ. അതെ നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത്. തമിഴിലായാലും അങ്ങനെ തന്നെയാണ് നല്ല പാട്ട് അല്ലേ. കേളടി കൺമണിയൊക്കെ നല്ല ഗുരുവായൂരപ്പ പാട്ടുകളൊക്കെ, അതുപോലെ നീ പാതി നാം പാതി എല്ലാം ഹിറ്റായ സിനിമകളും പാട്ടുകളും ഒക്കെയാണ്. പാട്ടുകൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രമല്ല. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ തുടർച്ചയായിട്ട് ഹിറ്റ് സോങ്സ് കിട്ടിയ വേറൊരു നടനുണ്ട് മലയാളത്തിൽ. പണ്ട് മോഹൻ എന്ന് പറയുന്ന തമിഴിലൊരു നടൻ, പുള്ളിക്ക് ഇതേപോലെ എല്ലാവരും പറയാറുണ്ട്. പുള്ളിയുടെ സിനിമ വിജയിച്ചില്ലെങ്കിലും പാട്ടുകൾ സൂപ്പർ, അത് പുള്ളിയുടെ ലക്കാണെന്ന് പറയും. ഇങ്ങനെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനരംഗം ഏതാണ്? എനിക്കങ്ങനെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തമിഴിലും ഒരുപാട് നല്ല പാട്ടുകൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ പുതു അർത്ഥങ്ങളുള്ള പാട്ടുകളും നിലവേ മലരത്തെ പാട്ടുകളും, പിന്നെ നീ പാതി നാം പാതി എന്നുള്ള പടത്തിലെ പാട്ടുകളും, മലയാളത്തിലെ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തുന്നുള്ള പൂവും കാറ്റിനോടും കൊഞ്ചിക്കരയിൽ നല്ല നല്ല പാട്ടുകളല്ലേ. ഇപ്പോൾ കൂടെയോടത്തെ പാട്ടുകളാവട്ടെ, ഇത്തിരി പൂ ചോന്ന പാട്ടുകളാണ്, ചിലമ്പിലെ പാട്ടുകളാണ്. അതെ, 83 തുടങ്ങി 23 എത്തി നിൽക്കുമ്പോൾ 40 വർഷമായി സിനിമയിൽ ഉള്ള ഒരാളാണ്. അപ്പൊ ഇപ്പോഴും സിനിമയിലുണ്ട്. ഇടയിലുണ്ടായ ഒരു ബ്രേക്കും ഒന്നും അതെ അതെ തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചനെ വരെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പിടിച്ചു നിന്നത്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ പലപ്പോഴും കോൺഷ്യസ്ലേക്ക് ഇങ്ങനെ സംസാരിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്താ പറ്റി എനിക്ക് സിനിമ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ തോന്നുമ്പോൾ അമിതാഭ് ബച്ചൻ വരെ വീടും എല്ലാം പണയം വെച്ചിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കൊരു ബാഡ് ഫേസ് ഉണ്ടായിരുന്നു, ABCL ഒക്കെ ഇതൊക്കെ കൊടുത്തല്ലോ, ബാങ്ക്രപ്സിയൊക്കെ വന്നിട്ട്. സോ അദ്ദേഹത്തിന് വന്നാൽ പിന്നെ ഞാൻ എന്ത് എന്നൊക്കെ ആലോചിച്ച് ആശ്വസിച്ചിരുന്നു ഞാൻ എന്നെ. സിനിമയെ ജോലിയായിട്ടാണല്ലോ കണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത്, ഈ സിനിമ ഇല്ലാതിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്? But my wife Meher, she was the biggest support. ഇന്ന് വരെ she is still a supporting thing. അവളില്ലായിരുന്നെങ്കിൽ I don't know what would have happened to me. തളർന്നു പോയേനെ. She was there. ബിക്കോസ് അവളെ സംബന്ധിച്ചിടത്തോളം, അവളെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നടനെ കെട്ടുന്നു, വലിയ ആഡംബര ലൈഫായിരിക്കും എന്നൊക്കെയാണല്ലോ അങ്ങനെ ആഗ്രഹിച്ച് വരുന്നത് നമുക്ക്. പിന്നെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലൈഫ് വരുമ്പോൾ. പ്രണയവിവാഹമായിരുന്നോ? അല്ലല്ല, ഒരിക്കലും അല്ല. പ്രണയിച്ചു. ഞാൻ അവളെ ആദ്യം കണ്ടപ്പം പ്രണയിച്ചു, ലവ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ പാരൻസ് വന്നു, ഉടനെ തന്നെ നിക്കാഹൊക്കെ നടത്തി. എങ്ങനെയാ കണ്ടുമുട്ടുന്നത്? അങ്ങനെ ഒരു ആലോചനയായിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ച്, ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതാണ്. മീറ്റ് വെച്ചാൽ അങ്ങനെ ഇതല്ല, ദൂരത്തുനിന്ന് കണ്ടു. ഇങ്ങനെ പോകുന്ന 3 പെൺകുട്ടികൾ തലയിൽ തട്ടിട്ട് നടക്കുന്നത്, എനിക്ക് ഈ തലയിൽ കവർ ചെയ്ത് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നോട്ട് റിലീജിയസ് ഇതിലല്ല, എന്തോ ഒരു ചാം തോന്നുന്നു. കാരണം ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ എല്ലാവരും തലയിൽ തട്ടിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് സിറ്റിയിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ. സോ ഐ സെഡ്, കെട്ടാണെങ്കിൽ അതുപോലെ ഒരു പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. സോ ആ സമയത്ത് പാരൻസ് ഓൾസോ എനിക്കിങ്ങനെ പ്രൊപ്പോസൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇതിട്ടപ്പോൾ ഉടനെ എൻ്റെ പാരൻസ് വന്ന് കൊച്ചിനെ കണ്ട് ഫിക്സ് ചെയ്തു. അതും പറയുന്ന പോലെ എനിക്ക് സിനിമകൾ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് മെഹറിന് കിട്ടുന്ന തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സത്യം, എല്ലാത്തിനും മുകളിൽ ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഗിഫ്റ്റ് ഫ്രം. ഒരുപാട് സിനിമകളിൽ റൊമാൻറ്റിക് ഹീറോയെ അഭിനയിക്കുകയും ഒരുപാട് പെൺകുട്ടികൾ വളരെ അൺറൊമാൻറ്റിക് ആണ്. പലരും വിചാരിക്കുന്നത് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു എന്താണ് പ്രണയത്തോടുള്ള കാഴ്ചപ്പാട് എന്ന്. ഇല്ല, ഞാൻ ഭയങ്കര അൺറൊമാൻറ്റിക് ആയിരുന്നു. പക്ഷേ എനിക്ക് റൊമാൻസിനെ കുറിച്ച് എല്ലാം അറിയാം, ഇങ്ങനെ വളയ്ക്കണം എന്നൊക്കെയുള്ളത്. ഞാൻ ആക്ച്വലി ലവിൽ ഫെയിലിയറാ. എനിക്ക് 2 പ്രണയങ്ങളുണ്ടായിരുന്നു. അല്ല 3 പ്രണയം എന്ന് പറയാം. പഠനകാലത്താണോ സിനിമയിലാണോ? ഒന്ന് പഠനകാലത്ത്, പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ലാസ്റ്റ് എല്ലാം ഫെയിലർ ആയിരുന്നു. എന്ത് പറ്റി? അൺറൊമാൻറ്റിക് ആയതുകൊണ്ട് സംഭവിച്ചു പോയതാണോ? സിനിമയിൽ വന്നത് പല ഡൈവേഷൻസ് പറയുമല്ലോ ഓരോ മനുഷ്യന്മാരിലും. സോ അങ്ങനെ വന്ന് മാറിപ്പോയി. പക്ഷെ ഞാനായിട്ടല്ല, അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് മേറിന് കിട്ടൂലായിരുന്നു. അതെ, അതിനെയും പോസിറ്റീവായിട്ട് കാണാം. ഡെഫിനറ്റ്ലി. പക്ഷെ സിനിമകള് കണ്ടാ പറയില്ല കേട്ടോ റൊമാൻറ്റിക് അല്ല എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ സാധിച്ചു ഏത് സിനിമയില്? അത് റൈറ്റേഴ്സിനടുത്ത് ചോദിക്കണം. എനിക്ക് MP സാറും അതുപോലുള്ള റൈറ്റേഴ്സ്, ദാമോദർ മാസ്റ്റർ. പക്ഷെ അഭിനയിച്ചത് റഹ്മാനാണല്ലോ. എന്നാലും എഴുതിയാലേ നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ?
നമ്മൾ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു 30-40% ഉള്ളൂ. ബാക്കി റൈറ്റിങ്ങിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മുഴുനീള റൊമാൻറ്റിക് ഹീറോ ആയിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് വെൽവിഷേഴ്സോ എന്ന് പറയാം, അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയാം, എല്ലാവരും ഇങ്ങനെ നല്ലൊരു മെച്യൂർഡ് മലയാളത്തിൽ ഒരു മെച്യൂർഡ് ലവ് സ്റ്റോറി ചെയ്യണം എന്നുള്ള. തീർച്ചയായിട്ടും അത് എൻ്റെ പ്രായത്തിലുള്ളവർക്കുള്ള ഒരു ലവ് സ്റ്റോറി. അതെ അതെ അതെ, ഒരു 40s കാലഘട്ടത്തിന്റെ ഒരു പ്രണയം അല്ലേ? അതാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്ന. സത്യത്തിൽ ആ ഒരു ഏജിലാണ് ഒറിജിനൽ പ്രണയം. ഞാൻ ഇതുവരെ അനുഭവിച്ചുള്ള പ്രണയം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്രോപ്പർ പ്രണയം. കാരണം പലർക്കും എൻ്റെ ഒരു ഐഡിയോളജി പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ വാട്ട് ഇസ് പ്രണയം, വാട്ട് ഇസ് ലവ് എന്ന് പറയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് പ്രണയിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് നെവർ എ പ്ലാനിങ് ടു തിങ്. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങുമായിരിക്കും പ്രണയം. അങ്ങനെയാണല്ലോ പലതും നടക്കുന്നത്. ചിലർ ഭംഗി കണ്ട് പ്രണയിക്കും, പെട്ടെന്ന് കണ്ടിട്ട് ആഹാ എന്ന് പറഞ്ഞിട്ട് പ്രണയിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം വേറെ. മിക്കതും ഒരു ഫ്രണ്ട്ഷിപ്പിലാണ്. എൻ്റെ ലാസ്റ്റത്തെ സിനിമയിൽ വന്നതിന് ശേഷം ഉണ്ടായത് ഒരു വർക്ക് ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന ഇതും ആ ഒരു ഫ്രണ്ട്ഷിപ്പും വേവ് ലെങ്ത്തും ഒക്കെ, പിന്നെ അങ്ങനെ അത് പ്രണയത്തിലോട്ട് പോയി. അത്രേ ഉള്ളൂ. സോ ഞാൻ അവിടെ എനിക്കൊരു പ്രീ കൺസീവ്ഡ് നോഷനോ കണ്ടീഷനോ ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ ജോലി കാരണം രണ്ട് വഴിക്കങ്ങ് പോയി. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാറാൻ തുടങ്ങി, ഇഷ്ടങ്ങൾ മാറാൻ തുടങ്ങി. പിന്നെ തിങ്സ് ഹാപ്പൻ ദാറ്റ് വേ. നിരാശയുണ്ടോ? ഇല്ല, ഹാപ്പിയാണ്. ലൈക്ക് ഐ ടോൾഡ് യു, അതേഴ്സ് മേയർ വുഡന്റ് ഹാവ് കം ഇൻ മൈ ലൈഫ്. അന്നത്തെ കാലത്ത് സിനിമകളിലെ വേഷങ്ങളൊക്കെ ഒരു ട്രെൻഡായിരുന്നു. റഹ്മാൻ്റെ വേഷങ്ങളൊക്കെ റഹ്മാൻ്റെ സ്റ്റൈൽ ഒരു ട്രെൻഡായിരുന്നു. ആരാണ് അതൊക്കെ നിർദ്ദേശിച്ചിരുന്നത്? ഞാൻ തന്നെ. സ്വന്തം സെലക്ഷൻ ആയിരുന്നു എല്ലാം? ഞാൻ അന്ന് ഇട്ടിരുന്ന ഡ്രസ്സുകൾ സാധാരണ ഇടുന്ന ഡ്രസ്സാണ് സിനിമയിൽ ഇട്ടിരുന്നത്. കാരണം അതെൻ്റെ സ്വന്തം ഡ്രസ്സായിരുന്നു. അത് ശരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഞാൻ അബുദാബി പോവും, പാരൻസിനെ കാണും, കുറച്ച് നേരം ഷോപ്പ് ചെയ്യും. എനിക്ക് സിനിമയിൽ തരുന്ന കോസ്റ്റ്യൂംസ് ചിലപ്പം ഇഷ്ടപ്പെടില്ല, ഞാൻ എൻ്റെ കോസ്റ്റ്യൂം തന്നെ ഇട്ടുണ്ട്. അതായിരുന്നു മിക്ക ഇതും. അപ്പം അങ്ങനെ പിന്നെ ഹെയർ കട്ടും ഹെയർ സ്റ്റൈലും വന്ന് ഓരോന്നും ചെയ്യുമ്പോൾ പിന്നെ ഒരു ആരാധനയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇടുന്നപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ കൂടെയോടെ വന്നത്. കാരണം അന്ന് എനിക്ക് അമിതാഭ് ബച്ചൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു ഞാൻ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്തിരുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഫാൻ വർഷിപ്പ്. ഈ പാരവെപ്പുകൾ അല്ലെങ്കിൽ ഒരാൾ ഉയർന്നു വരുമ്പോൾ മടിച്ചമർത്താൻ നോക്കുക, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കും സത്യമാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും, എവറി ജോബ് അവർക്ക് അതിനായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ഞാനും പറഞ്ഞു, ഞാൻ ഐ ടേക്ക് ഇറ്റ് എസ് എന്താ പറയുക, ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. കാരണം അത് അവൻ്റെ നിലപാടിൻ്റെ പ്രശ്നമാണല്ലോ. ആരിത് ചെയ്യുന്നോ അത് അവർ ചിലപ്പം ഇറ്റ്സ് എ ബിസിനസ് അല്ലേ. സോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം നമുക്കറിയാം, നമ്മുടെ അടുത്ത് നന്നായി സംസാരിക്കുന്ന ആളായിരിക്കും നമ്മളെ വേണ്ടെന്ന് പറയും മറ്റേ പ്രൊഡ്യൂസറിൻ്റെ അടുത്തും അത് ഇതൊക്കെ. പക്ഷെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരിക്കും. അത് ഞാൻ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. മീൻസ് ഇത് ബാക്കിൽ നിന്ന്. സോ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് ഭയങ്കര കാര്യം അത്. പിന്നെ ഐ തിങ്ക് ഇത് ഇൻഡസ്ട്രി ഈ പറയുന്നത് ഉണ്ട്. ഐ തിങ്ക് ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവുമായിരിക്കാം. ഇല്ലേ, പാറവെപ്പിലും ഒക്കെ ആയിട്ട്. ഐ ഡോണ്ട് കെയർ. ആ കാലഘട്ടത്തിലെ സിനിമയും ഈ കാലഘട്ടത്തിലെ സിനിമയും തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ പറയാമോ? ഇന്ന് ഇവർക്കൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈ ആക്ടേഴ്സിന് ഭയങ്കര ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ടെക്നിക്കലി ഇന്ന് ഇവർക്ക് ഒരു ക്യാമറയുടെ മുമ്പിൽ ആരുമില്ല. ആർട്ടിസ്റ്റിന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര വലിയ സീൻ ഡയലോഗ് പറയുകയാണെങ്കിലും ഒക്കെ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. കാരണം എല്ലാവരും ആ മോണിറ്ററിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, ഡയറക്ടർ. സോ നമ്മൾ ആരെയും കണ്ടിട്ടല്ല സംസാരിക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റിന് അവിടെ പോയി ഷോട്ട് കഴിഞ്ഞ ഉടനെ ഇത് ശരിയാണോ അല്ലേ എന്നല്ല പെട്ടെന്ന് കണ്ട് മാറ്റങ്ങൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഞാൻ വന്ന സമയത്ത് അതൊന്നുമില്ല. ഒന്നാമത് ഫിലിമായിരുന്നു. ഫിലിം എന്ന് പറയുന്നത് ഒരു ക്യാനിൽ 400 അടിയാണ്. ഓരോ ക്യാനും 400 അടി, അതായത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം പോവുകയാണ്, ഉറുക്കുന്നു പോവും. അപ്പം സെക്കൻഡ് ടേക്ക് കഴിഞ്ഞ് തേർഡ് ടേക്കിലേക്ക് വന്നാൽ നമുക്ക് ചീത്ത കേൾക്കും ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന്. കാരണം അത്രയും കോസ്റ്റ്ലിയാണ് ഈ ഫിലിം റോൾ അന്ന്. ഇന്നതില്ല, ഇന്ന് ഡിലീറ്റാണ്.
ഡിജിറ്റൽ ആയതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ക്യാമറയുടെ മുമ്പിൽ ക്യാമറമാൻ മാത്രമല്ല, അന്ന് ഡയറക്ടർ പപ്പേട്ടനും അല്ലെങ്കിൽ ജോഷി സാറും ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കും, കൈയും വെച്ചിട്ട് നമ്മൾ നോക്കേണ്ട ലുക്ക്, ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്യാസും ഈ മുഖത്ത് നോക്കി സംസാരിക്കണ്ടേ. അപ്പം ഉള്ള ഡയലോഗ് മറന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ ലവിൻ്റെ ഡയലോഗ് ആയിരിക്കും, ഐ ലവ് യു പറയാനാണ് ഈ മുഖത്ത് ഇങ്ങനെ പറയാനാ. സോ അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അന്ന്. പിന്നെ അറിയില്ല, പക്ഷെ ഡിജിറ്റൽ വന്നപ്പോൾ ഭയങ്കര സുഖമായി. ഡിജിറ്റൽ വന്നപ്പം നമ്മൾ ആരെയും നോക്കുന്നില്ലല്ലോ, ക്യാമറ മാത്രം നോക്കിയാൽ പോരെ. മറ്റേതല്ല, ഇവരൊക്കെ ഇങ്ങനെ നിൽക്കും, പിന്നെ എല്ലാവരും ഉണ്ടാവും എൻ്റെ മുന്നിൽ, എല്ലാവരും ഇങ്ങനെ നോക്കും നമ്മളെ മുഖത്ത്. അപ്പോഴാണ് 1.5 പേജ് 2 പേജിന് ഡയലോഗ് പറയേണ്ടത്. അപ്പം ജോഷി സാറിൻ്റെ ഫേസ്, പത്മരാജൻ്റെ ഫേസ്, ഭരതേട്ടൻ്റെ ഫേസ്, ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ നോക്കുക, ആക്ഷൻ. കുറച്ചും കൂടെ ഈസി അല്ലേ ഇപ്പോൾ എല്ലാവർക്കും. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ ഇന്ന് ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ടൈം പോകുന്നുണ്ട് പെർഫെക്ഷന് വേണ്ടി. നല്ല കാര്യമാണ്. അന്ന് സിനിമ ഒരു 25 days 30 daysനുള്ളിൽ തീർക്കും. ഇന്ന് പിന്നെ 100 ദിവസത്തോളം പോകുന്നുണ്ട് ഓരോ ഷൂട്ടും. സോ ഇറ്റ്സ് ബട്ട് ഓൾ പെർഫെക്ഷന് വേണ്ടിയാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു സ്വഭാവം മാറിയതിൽ, കൾച്ചർ മാറിയതിൽ എന്ന് പറയുന്നത് കാരവൻ കൾച്ചർ ഇത് വന്നതിന് ശേഷം ആ ഒരു യൂണിറ്റിയൊക്കെ ഒന്ന് ആ ഒരു കൂട്ടായ്മ അങ്ങ് പോയി, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം പോയി. അത് കറക്റ്റ്, സൗഹൃദം പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്നും ആ സമയത്തൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ചേരെടുത്ത് തൊട്ടടുത്തിരിക്കലും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ലഞ്ചോ ഡിന്നറോ ഒക്കെ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും. അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ. ഇപ്പം എല്ലാവർക്കും ക്യാരവനായി, ഈവൻ ഡയറക്ടേഴ്സിന് വരെ ക്യാരവനായി. ഇപ്പോൾ എല്ലാവരും ഓരോ ഷോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയിരിക്കും, ലഞ്ചാവട്ടെ അതിൻ്റെ അകത്ത് പോയിരിക്കും. ടേക്ക് എടുക്കാൻ നേരത്ത് മാത്രമായിരിക്കും നമ്മളെല്ലാവരും പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പം സിനിമ. സോ അത് അഭിനയത്തിനെ ബാധിക്കുന്നുണ്ടോ? ആ ഒരു കംഫർട്ടബിൾ അല്ല എന്നുള്ളത് കൊണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ലയെന്നും പറയാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ആരാണ്. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ്ഡായി ഉണ്ട് എന്ന് പറയാൻ കാരണം നമ്മുടെ എന്താ പറയുക, ഒരു സൗഹൃദം പോകുന്നു. ചിലപ്പോൾ നമ്മളൊരു ഇപ്പോൾ പടത്തിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കാണിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഇത് ചിലപ്പോൾ മിസ്സാവാറുണ്ട് നമ്മൾ ക്യാമറ സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടാവുന്ന അത്. പക്ഷേ അത് ഇപ്പോഴത്തെ ആക്ടേഴ്സ് എല്ലാവരും വെൽ മെച്ചുവേർഡാണ്, അത് അവർ ഏറ്റെടുക്കുന്നു, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരവൻ മോശമല്ല, ഇറ്റ് ഈസ് നെസസറി. പക്ഷേ പെട്ടെന്ന് എന്നൊരു മാറ്റം ഞങ്ങളുടെ ജനറേഷനിൽ ഈ ജനറേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് അതിപ്പം ശീലിച്ചു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് സിനിമകളിലെ എല്ലാവരും, അതായത് അഭിനയിക്കുന്ന ഇപ്പം മെയിൻ ക്യാരക്ടർ എടുക്കുന്ന ആളായാലും സബ് അങ്ങനെ ഇല്ലാന്നാണ് എനിക്ക് തോന്നിയില്ലേ. അന്നത്തെ കാലത്ത് സിനിമ സെറ്റിൽ എല്ലാവരും ഒരേപോലെ ഇടപഴകിയിരുന്നതാണ്. ഇന്ന് പക്ഷേ ഹീറോ ആയിട്ട് വരുന്ന ആൾക്ക് വേറൊരു ട്രീറ്റ്മെന്റ് ആണ് അതിൻ്റെ. അതുകൊണ്ടാവോ അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഹീറോ ഓറിയന്റഡിലേക്ക് മാറിയത് കൊണ്ടാണോ? തിങ്ക് സോ, ഐ ഡോണ്ട് നോ. പക്ഷേ എൻ്റെ പ്രൊഡക്ഷനിലോ എൻ്റെ ഷൂട്ടിലൊന്നും ഇത് സംഭവിക്കാറില്ല. ഇപ്പം ഞാൻ ഹീറോ ആണെങ്കിലും ഞാൻ എല്ലാവരുടെ കൂടെ തന്നെയാണ് എപ്പോഴും. സോ അങ്ങനെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ അവിടെ ഉണ്ടാക്കും. മറ്റുള്ളൊരു സിനിമയിലുള്ളപ്പം വേറൊരു ഹീറോ അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ തന്നെ അത് മാറ്റിയെടുക്കും, ആ കൾച്ചർ. കാരണം ഉണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാവരും വിളിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാം, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം കഴിഞ്ഞ എൻ്റെ എല്ലാ 3 പടങ്ങളും അവിടുത്തെ ക്രൂവിനോട് ചോദിച്ചാൽ തന്നെ അറിയാം, എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്കലും അങ്ങനെയൊക്കെയാണ് ഞാൻ. പണ്ട് അഭിനയിച്ചപ്പം പറഞ്ഞല്ലോ സൗഹൃദ ആയിരുന്നു എല്ലാവരും. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല? അന്നും സീനിയർ ആർട്ടിസ്റ്റും ഒക്കെ ഇല്ല, എല്ലാവരും ഒരുമിച്ചായിരുന്നു. മമ്മൂക്കാവട്ടെ, മോഹൻലാലാവട്ടെ, അമ്പിളിച്ചേട്ടനാവട്ടെ, എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മൾ കഴിക്കും, ഒരുമിച്ചിരുന്ന് കിടന്നുറങ്ങും. ചിലപ്പം ബെഡിനൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പടിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് നിലത്തിരുന്ന് ഞാനും ഉച്ചയ്ക്കും മമ്മൂക്കയും ഒരുപാട് ഉച്ചയ്ക്ക് ഒരു 1 hour ബ്രേക്കിലൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഈവൻ ബഹദൂർക്കാരുടെ മടിയിലിരുന്ന് ഞാൻ തല വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ബദർക്കായിരിക്കും ഞാൻ മടിയിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കൊഞ്ചിച്ചിട്ടൊക്കെ ഇരുന്ന് മോമെന്റ്സ് ഉണ്ട് എനിക്ക് ശശികുമാർ സാറിൻ്റെ പടത്തിൽ. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ
ആ ഒരു കാലം മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും ഇന്നത്തെ വേണ്ട. സിനിമ ഈവൻ സെറ്റിൽ? നസീർ സാർ കൂടെയും ഞാനിരുന്ന് നമ്മൾ നസീർ സാർ വലിയ സുപ്രീം സ്റ്റാർ അല്ലേ, അപ്പം എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരേ റൂമിൽ തന്നെ. എന്നെ പുള്ളി ഹീറോ എന്ന് പറഞ്ഞിട്ടും വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല. ആൻഡ് ഈവൻ ശിവാജി ഗണേശൻ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളി എന്നെ വിളിക്കും പുള്ളിയുടെ റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. വാ, ഞാൻ വീട്ടിൽ നിന്ന് ഇഡ്ഡലി വന്നിട്ടുണ്ട്, മറ്റേത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും. സോ അതൊരു വലിയ എക്സ്പീരിയൻസാണ്, ഐ മീൻ അനുഭവങ്ങളാണ്. ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത്? ആ ഒരു കാലഘട്ടമാണോ ഈ കാലമാണോ? രണ്ടും ഇസ് ഓക്കെ, ഒന്നും കുറ്റമില്ല. ഇപ്പോൾ ഈ കാരവാൻ കൾച്ചർ വരുന്നതോട് സിനിമ മോശമായി എന്നൊന്നുമില്ല. സിനിമ നന്നായിട്ടേ ഉള്ളൂ, നല്ല സിനിമകൾ വരുന്നുണ്ട്. ഇറ്റ്സ് എ പ്രൊഫഷൻ. ഇപ്പോൾ കാരവാനെ അഗെയിൻസ്റ്റ് അല്ല, അത് നമുക്ക് പ്രൈവസി എല്ലാം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പം കേരളത്തിലോ മലയാളത്തിലോ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് ലേറ്റായി വന്നത് ഹോളിവുഡിലൊക്കെ ഉണ്ടായിരുന്നതാണ് നേരത്തെ. ബോളിവുഡിൽ വന്നു, പിന്നെ അത് കഴിഞ്ഞ് തമിഴിലും തെലുങ്കിലും വന്നു, പിന്നെ ഇവിടെ വന്നു. അതുകൊണ്ടൊന്നും ഒരു തെറ്റായിട്ട് കാണുന്ന കാര്യമൊന്നുമല്ല. ആവശ്യമാണ് ഇത്. ജസ്റ്റ് ദാറ്റ് ഇപ്പം ഈ ജനറേഷൻ വന്നവർക്കൊന്നും അത് മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. ആ കാലത്ത് തന്നെ ഹിന്ദി സിനിമയിലേക്ക് അവസരം ലഭിച്ചിരുന്നു, പക്ഷെ എടുത്തില്ല. എന്തു പറ്റി? പേടിയായിരുന്നു. കാരണം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ആരും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ഗോഡ് ഫാദർ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ പാഠം പഠിച്ചു. കാരണം ആദ്യം മലയാളം തമിഴും തെലുങ്കും അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ബബ്ബായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഹിന്ദി പോയാൽ ഉള്ള ചാൻസ് ഇവിടെ ഉള്ളതും പോയി പോകും, അവിടെ ഉള്ളതും പോയി പോകും, അതൊക്കെ പേടിച്ച്. സോ ഞാൻ അധികം അന്ന് അക്സെപ്റ്റ് ചെയ്തില്ല ചെയ്യാൻ വേണ്ടി. പിന്നെ നല്ല റോളുകൾ വന്നില്ല, മീൻസ് അതാണ് അതിൻ്റെ സത്യം എല്ലാം. പിന്നെ എ ആർ റഹ്മാൻ വന്നതിന് ശേഷം പലരും അങ്ങനെ ഓഫറായിട്ട് വന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം എ ആർ റഹ്മാനെ മ്യൂസിക് ഡയറക്ടർ ആക്കാൻ. അത് കേൾക്കുമ്പോൾ ഞാൻ സോറി എന്ന് പറഞ്ഞ് പോകും. എ ആർ റഹ്മാനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ആ ഒരു റിലേഷൻ. പുള്ളി ഞാനും പോൾസ് അപ്പാർട്ടാണ് സ്വഭാവത്തിൽ, ഡിഫറൻസസ് ആണ്. ഞാൻ കുറച്ച് ജോളിയാണ്, പുള്ളി കുറച്ച് സീരിയസ് ആണ്. നല്ല മനുഷ്യനാണ്, വെരി ഗുഡ് ഓണസ്റ്റ് മാൻ, നൈസ് മാൻ, വെരി നൈസ് മാൻ, വെരി ട്രൂ. അതായത് ഞാൻ പുള്ളി ബ്രദറിനോ അല്ല, ആസ് എ മനുഷ്യൻ, ആസ് എ ഹ്യൂമൻ നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യൻ. ഒരു വ്യക്തി എന്ന നിലയിൽ റഹ്മാൻ എങ്ങനെയാ? ഞാൻ നല്ല വ്യക്തിയാണ്, 100%. ഇല്ലെന്നല്ല, ഞാൻ സത്യമായിട്ടും ഞാൻ നല്ല ഇതാണ്. ലൈഫ് സ്റ്റൈൽ കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ ആയിരിക്കും, പക്ഷേ അങ്ങനെ നല്ല മനുഷ്യൻ. ഐ മീൻ ഐ നോ ഐ എം വെരി ഗുഡ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ റഹ്മാൻ ഒരു പിന്നെ എന്താ പറയാ ജാടയാണെന്നൊക്കെയാ, അല്ലേ? കേട്ടിട്ടുണ്ടാവും റഹ്മാൻ. അത് എന്റെ നടത്തം, എന്റെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കാം, പക്ഷെ അങ്ങനെയില്ല. കുറച്ചൊരു പലർക്കും പേടിയുണ്ട് അതിന്റെ മുന്നിൽ വരാൻ. ഐ എം വെരി ഓപ്പൺ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല. അതായത് റഹ്മാൻ ഒരിക്കലും ഒരു സ്റ്റാർഡം ബാധിക്കാത്ത, അതായത് താൻ എത്തി നിൽക്കുന്ന ഒരു താരമൂല്യമൊന്നും ബാധിക്കാത്ത ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അവിടെ എത്തിയിട്ട് അനുഭവിച്ചതാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊന്നും ഒന്നുമല്ല. എനിക്ക് ആ ഒരു ഫീൽ എന്നിലുണ്ട്. സ്റ്റാർഡം ഇസ് നത്തിങ് ഫോർ മീ. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ് എന്ന് വെച്ചുകൊണ്ട് സ്വഭാവത്തിൽ മോശമല്ല. മീൻസ് ഐ എം എ ഗുഡ് പേഴ്സൺ, ഐ നോ. ഞാനത് ആരും എന്നെ പറയേണ്ട കാര്യമില്ല. ആരും ദ്രോഹിക്കില്ല, ആരും സെൻറ്റിമെൻറ്റ്സ് വെച്ച് ഞാൻ കളിക്കില്ല, വഞ്ചിക്കില്ല. സോ എനിക്ക് എനിക്ക് കള്ളം പറയുന്നത് തന്നെ ഇഷ്ടമില്ല. കള്ളം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവും, ദേഷ്യവും. അതൊക്കെയാണ്. ഞാനും ഇപ്പോൾ നിങ്ങളുടെ ചാനൽ പോലെ തന്നെയാണ്, ട്രൂ കോപ്പി തിങ്ക്. അത് നിങ്ങൾ ഫാക്ട്സ് പറയല്ലേ, എന്നിട്ട് നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞു. സംതിങ് സിമിലർ ടു ദാറ്റാണ് എൻ്റെയും ചിന്താഗതിയൊക്കെ. കുറേ സിനിമകൾ ചെയ്തു. അപ്പോൾ അതിൽ ചെയ്ത സിനിമയിൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു കഥാപാത്രം ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെ റഹ്മാൻ എന്ന വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരുന്നു? മനസ്സോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയണത് സിനിമ ഒക്കെ എനിക്കൊരു മറുപടി എന്നൊരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ക്യാരക്ടറും അതിൻ്റെ കഥയും ഒക്കെ. BM വിനു സംവിധായകൻ. ആൻഡ് അതാണ് ബാമയായിരുന്നു എൻ്റെ ജോലി. എന്തുകൊണ്ടാണ് അത് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നിയത്? കാരണം അതൊരു ഫാമിലി സ്റ്റോറി. മകള്, എനിക്ക് 2 പെൺമക്കള്. സോ അത് പിന്നെ അവർക്കുണ്ടാവുന്ന പ്രശ്നം. അപ്പോൾ ഞാനത് എത്ര എനിക്ക് എന്ന് വെച്ചാൽ
ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എനിക്ക്. ഇപ്പം എനിക്കങ്ങനെ വലിയൊരു ഒരു സംവിധായകനെടുത്ത് ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇതിങ്ങനെ ഒന്നും ഇല്ല. ഞാനത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഇത്രയും ഞാൻ ചെയ്യണം എന്നുള്ളത്. സോ ഒരു സ്വന്തം അച്ഛൻ മകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ചെയ്യാൻ. ആ ഇമോഷണൽ വാല്യൂ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ആർട്ടിനോട് ഏറ്റവും ടച്ചിങ്. പക്ഷേ അത് റോങ് ടൈം ഓഫ് റിലീസ് ഓഡിയൻസ് പിന്നെ അധികം പേര് അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്, പിന്നെ പോരാത്തതിന് ഞാനുൾപ്പെടെയുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഹീറോയാണ്. എന്താണ് റഹ്മാൻ്റെ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട്? ഞാൻ എപ്പോഴും എല്ലാവരും ഈക്വലായിട്ട് കാണുന്നത്. എനിക്കിപ്പം ഇതിൽ ഒന്നും എന്താ പറയുക ഒന്നുമില്ല. ഞാൻ ചെയ്ത സബ്ജക്റ്റ് ആവട്ടെ, ഞാൻ ചെയ്യുന്ന എഴുത്താവട്ടെ, ഇതൊക്കെ ഞാൻ ഈവൻ സ്ത്രീകൾക്കും സ്ത്രീ കഥാപാത്രങ്ങൾക്കും വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആണ് എൻ്റെ എഴുത്തിലൊക്കെ ഉണ്ടാകുന്നത് അധികം. സോ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഞാൻ. അല്ലാണ്ട് ഞാനിപ്പോൾ എൻ്റെ സിനിമ എനിക്ക് വേണ്ടി എഴുതുന്ന സബ്ജക്റ്റ് ഒന്നുമല്ല. ഞാൻ ചെയ്യുമ്പോൾ തന്നെ അത് സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ അതിൽ എന്നെ ആനലൈസ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അല്ലാണ്ട് വെറും ആണുങ്ങളെ ചുറ്റിയിട്ടുള്ള കഥാപാത്രങ്ങളല്ല. സോ ഐ തിങ്ക് അവിടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നല്ല ശബ്ദമാണ്, പക്ഷെ എന്നിട്ടും കരിയറിന്റെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു ശബ്ദം കൊടുത്തിരുന്നില്ല. എന്തു പറ്റി? ലാംഗ്വേജ് ഇഷ്യൂസ്. അതെ, മലയാളം. പക്ഷെ കൂടെവിടെ എന്നെ കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു പപ്പേട്ടൻ അങ്ങനെ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു. പക്ഷെ അതിനുശേഷം എൻ്റെ ആക്സെൻറ്റ് വളരെ ഇംഗ്ലീഷ് ആക്സെൻ്റ് ഒക്കെ ആയിരുന്നു മലയാളം സംസാരിക്കുന്ന സമയത്ത്. കൃഷ്ണചന്ദ്രനായിരുന്നു അല്ലേ അന്ന് ശബ്ദം കൊടുത്തിരുന്നത്? പക്ഷെ തമിഴിൽ പിന്നെ തമിഴ് ആദ്യ കാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ തുടങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വിഷമായിട്ട്. പിന്നെ ആക്ടറിന്റെ ഏറ്റവും വലിയ ഡൗൺഫോൾ ആണത് ആക്ടറെ സംബന്ധിച്ചോളം. ഈ സിനിമ അല്ലാതെ റഹ്മാന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അതിന് പുറത്തുള്ള റഹ്മാന്റെ ഒരു പാഷനൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് സിനിമ അല്ലാതെ മറ്റുള്ള സ്പോർട്സിലും അതിലൊക്കെ പങ്കെടുക്കുക, കളിക്കുക, ടൈം അങ്ങനെ പോകണം. അല്ലാണ്ട് വെറും സിനിമയായിട്ട് പോകരുതെന്നാണ്. അപ്പോൾ എൻ്റെ ഞാനിപ്പം സിനിമ അല്ലാത്ത സമയത്ത് ചെന്നൈയിലിരിക്കുമ്പോഴൊക്കെ സ്നൂക്കർ കളിക്കാൻ പോകും. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അതിൽ തന്നെയാണ്. പബ്ലിക്കലി ടൂർണമെൻ്റൊക്കെ കളിക്കാൻ വേണ്ടി പോകും. ഈ തമിഴ്നാട് സ്റ്റേറ്റ് റാങ്കിങ് ടൂർണമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതിലും പങ്കെടുക്കാറുണ്ട്. വെറുതെ ഒരു എക്സ്പീരിയൻസ്, ലൈഫിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും സമൂഹത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അതിലേക്കൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ശ്രദ്ധിക്കാറുണ്ട്. ആണോ? എന്താണ് റഹ്മാൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്? ഇല്ല, രാഷ്ട്രീയം ഞാൻ തുറന്നു ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല, എൻ്റെ ഇഷ്ടങ്ങളൊന്നും എൻ്റെ താല്പര്യങ്ങളൊന്നും. പക്ഷേ ഞാൻ ഇടപെടാറുണ്ട്. എനിക്ക് പലപ്പോഴും പല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പൊളിറ്റിക്കലി നടക്കുമ്പോഴൊക്കെ വോയിസ് ഔട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര കൊതിക്കാറുണ്ട്, മീൻസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ചുറ്റുപാടിൽ ഞാനായിട്ട് അത് എടുത്ത് പറയുമ്പോൾ അത് ശരിയായിരിക്കില്ല എന്ന് എന്നെ അഡ്വൈസ് ചെയ്യുന്ന ചിലവരുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒക്കെ തോന്നും, പിന്നെ മറ്റുള്ള നടന്മാർ ചെയ്യാത്തതുകൊണ്ട് അതും ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് അവർ പറയാത്തത്, പിന്നെ ഞാൻ പറഞ്ഞാൽ അത് ഇനി കോൺട്രവേഴ്സിയായി മാറുമോ, ഓർ ഞാൻ ഇന്ന ഒരു കാസ്റ്റ് പെട്ടതായതുകൊണ്ടാണോ എന്നൊക്കെ തോന്നി പിന്നെ ഞാൻ സൈലൻ്റ് ആവുന്നതാണ്. പക്ഷെ ഉള്ളിൽ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനിങ്ങനെ വിടും. സങ്കടമാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ഇതിന് വേണ്ടിയല്ല ഞാൻ ഒരിക്കലും തന്നെ. എനിക്കങ്ങനെ റിലീജിയൻ ഓർ പൊളിറ്റിക്കൽ അജൻഡാസ് ഉണ്ട്. പക്ഷേ റിലീജിയൻ, കാസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ വൺ ഗോഡ് വൺ ഇതാണ്. എനിക്കങ്ങനെ വേർപാടുകളൊന്നുമില്ല, എനിക്കെല്ലാം ഒന്നാണ്. കാരണം ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസും ഇതുപോലെ ഒറ്റ ഇതല്ല, പല കാസ്റ്റിൽ നിന്നും ഉണ്ടായതാണ്. സോ ഞാൻ മിക്സർ ഓഫ് എവറിത്തിങ്. സോ എനിക്ക് ഹ്യൂമൻ ഫീലിങ്സ് ആണ് അധികം. സോ അവർക്ക് വേണ്ടി ഇത് ഇപ്പോൾ അതേപോലെ പറഞ്ഞ പോലെ ഇപ്പം ഞാനിരിക്കുന്ന ഒരു പൊസിഷനോ ഞാൻ ആരാണെന്നുള്ളൊരു വ്യക്തി എൻ്റെ പേരിലൂടെ ചില കാര്യങ്ങളൊന്നും എനിക്ക് തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കൊരു ബ്ലോക്കുണ്ട്. മീൻസ് ഇപ്പം റഹ്മാൻ എന്ന പേരാണ് ആയിരിക്കണം. സോ ഇറ്റ് ക്യാൻ ബി ദാറ്റ്. ആ പേര് എപ്പോഴെങ്കിലും സിനിമ അഭിനയ കാലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല, കേരളത്തിലുണ്ടായിട്ടില്ല. മറ്റുള്ള സ്റ്റേറ്റിൽ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്.
പക്ഷേ ഐ എം നോട്ട് ബോദർ. എൻ്റെ അടുത്ത് പേര് മാറ്റാൻ വരെ ഒരുപാട് പേര് ശ്രമിച്ചു നോക്കി. അതായത് പറഞ്ഞത് ഈ രഘു ഞാനിത് അറിയില്ലായിരുന്നു. അപ്പോൾ റഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ ഗു എന്നൊക്കെയാണ് വരുന്നത്. പക്ഷെ ഞാൻ തമിഴിൻ്റെ ഉച്ചരിപ്പ് അങ്ങനെയാണ്. സോ കാരണം ഞാൻ വേറെ ഒന്നുകൊണ്ടോ വിചാരിക്കല്ല. ഞാൻ പറഞ്ഞു എനിക്ക് റിലിജൻ എന്ന് പറയണത് എൻ്റെ മനസ്സിനുള്ളിലാണ്, അല്ലാണ്ട് ഞാനത് പുറത്ത് കാണിക്കാനൊന്നുമല്ല. എൻ്റെ അച്ഛനമ്മയും ഇട്ട പേരാണത് റഹ്മാൻ. എൻ്റെ മദർ നായരാണ്, മൈ ഫാദർ വാസ് എ മുസ്ലിം. ദേ ഗോട്ട് ലവ് ആൻഡ് ദേ മാരിഡ്. സോ എനിക്ക് എല്ലാം ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പള്ളിയിൽ പോയി പഠിച്ചതൊക്കെ ആദ്യത്തെ 5-6 വർഷം ഞാൻ ക്രിസ്ത്യൻ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എല്ലാ ഇതിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. ബൈബിൾ വായിച്ചിട്ടുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഫോർ മീ എവറിത്തിങ് ഈസ് വൺ ആൻഡ് ഐ റെസ്പെക്ട് ഓൾ റിലിജൻസ്. സോ പക്ഷേ ഇന്നത്തെ സ്റ്റാൻഡ് അങ്ങനെയല്ലല്ലോ. ഇന്ന് എന്ത് പറഞ്ഞാലും മീഡിയക്കാർ അതിനെ ട്വിസ്റ്റ് ആക്കി ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി വെറുതെ ഇതാക്കും. ഹിന്ദു ആയിട്ട് തന്നെയാണോ അമ്മ ജീവിച്ചത്? യെസ്, എൻ്റെ ഫാദർ മമ്മിയുടെ അവസാനം വരെ സാവിത്രി എന്നാ പേര്, സാവി എന്ന് വിളിക്കാറുള്ളത്. രാഷ്ട്രീയം എന്ന് പറയണത് അതും കോൺട്രവേഴ്സിയിലാവും ഞാനിപ്പം വല്ലതും പറഞ്ഞു. പിന്നെ ഇപ്പം മണിപ്പൂരിൽ നടക്കുന്ന അതിനെ കുറിച്ചൊക്കെ ഞാൻ വോയിസ് ഔട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ജസ്റ്റ് അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ചില സമയം ചില വീഡിയോകളൊക്കെ കാണുമ്പം കണ്ണിന്ന് വെള്ളം വരും. കുട്ടികളുടെ ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഒരു മനുഷ്യത്വം ഇല്ല എന്നൊരു തോന്നലൊക്കെ തോന്നും. സോ എൻ്റെ വൈഫും അതേപോലെ എൻ്റെ കുട്ടികളൊക്കെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഇടാറുണ്ടായിരുന്നു എൻ്റെ സോഷ്യൽ മീഡിയയിൽ. പലരും പറഞ്ഞു അത് അവിടെ നടക്കുന്നതല്ലേ വിട്ടേക്ക്, കാരണം അതൊരു നെഗറ്റീവായി മാറേണ്ട പലർക്കും ചിലപ്പോൾ കരിയറിനെയും കൂടെ, കാരണം നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ കരിയറിനെ കുറിച്ച് ഞാൻ ബോധറില്ല, ഒരിക്കലും ഞാൻ ബോധറില്ല. ഐ എം നോട്ട് ബോധഡ്. ഞാൻ പറഞ്ഞില്ല, ആസ് എ വ്യക്തി എൻ്റെ പേര് എൻ്റെ ഇത് അതുകൊണ്ടുള്ളൊരു സ്റ്റാൻഡ്സ് എടുക്കാൻ ഞാൻ ഇപ്പം എന്നെ കൊണ്ട് ഞാൻ എടുക്കാൻ നേരത്തെ എനിക്ക് വേണ്ടി നല്ല ചെയ്യുന്ന വെൽവിഷേഴ്സ് എന്നൊക്കെ ഉണ്ടല്ലോ, അവർ എന്നെ ഗൈഡ് ചെയ്യണം വേണ്ടത്. റഹ്മാൻ എന്ന ഒരു വ്യക്തി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് റഹ്മാൻ പറയുന്നു എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് കൊണ്ടാണ് പലരും ഇപ്പം അഭിപ്രായം പറയാതെ പോകുന്നത്. പറയാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. പലരോടും ചോദിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ വോയിസ് ഔട്ട് ചെയ്യണമെന്ന് തോന്നും, പക്ഷേ ബട്ട് ഐ വിൽ ഡു ഇറ്റ് വൺ ഡേ. എന്തെങ്കിലും റഹ്മാനെ രാഷ്ട്രീയത്തിൽ കാണുമോ? ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പോഴത്തെ ചുറ്റുപാടം കാണുമ്പോൾ തോന്നുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരണോ വേണ്ടെന്നുള്ളത്. പക്ഷേ സോ ഫാർ നോ. കേരള സേഫാണ്. കേരള ഇസ് ഓക്കെ. കേരള ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്റ്റേറ്റാണ് പ്രശ്നം. റഹ്മാൻ എന്ന പേര് ആണ് എനിക്ക് പലപ്പോഴും പുറത്തേക്ക് എന്തെങ്കിലും പറയാനൊരു പേടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം, ഒരു മുസ്ലിം നെയിം അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതാ പറയുന്നത്, ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞാൽ തന്നെ മൈനോറിറ്റി ആണല്ലോ. സോ ഞാനും മൈനോറിറ്റി ആയതുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ആസ് എ ഹ്യൂമൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എവിടെയെങ്കിലും അക്രമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ വോയിസ് ഔട്ട് ചെയ്യുക, നമ്മളെപ്പോലെ ആൾക്കാർ എന്തെങ്കിലും സൊസൈറ്റിക്ക് ചെയ്യണ്ടേ എന്ന് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. വേറെ ഏത് ആൾക്കാർ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എന്ത് ചെയ്താലും ഞാൻ കാണുന്നത് ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് അല്ല എൻ്റെ മനസ്സിൽ. അതിപ്പോൾ ഏത് കാസ്റ്റ് ആവട്ടെ, ഞാനവിടെ നിൽക്കും അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പേരിലായതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു കീപ് യുവർ മൗത്ത് ഷട്ട് ഫോർ സം ടൈം എന്നാണ് പലരും പറയുന്നത്. ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് എതിരെ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് വരാനിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞത് 1000+ ബേബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി. ഡയറക്ടർ നജീം കോയ ഒക്കെയാണ്. പിന്നെ ഹോട്ട്സ്റ്റാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷാജി നരേഷനാണ്. നജീം കോയൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊരു സിനിമയാണെന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കാൻ പോയില്ല. പുള്ളി പറഞ്ഞു പോയില്ല ഇത് വെബ് സീരീസ് ആണെന്ന്. 2ാമത്തെ 3ാമത്തെ സംസാരത്തിലാണ് പുള്ളി പറയുന്നത് ഒരു വെബ് സീരീസ് ആണെന്നുള്ളത്. അടിപൊളി സബ്ജക്റ്റായിരുന്നു. അതുകൊണ്ട് എനിക്കത് വിടാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല സാധനവും നല്ല സംഭവമായിരുന്നു. പക്ഷെ ഞാൻ സിനിമ ആയിരുന്നു, ഞാൻ അത് കഥ കേട്ടപ്പോൾ സിനിമയാണെന്ന് വിചാരിച്ചു.
സോ അങ്ങനെയാണ് ഞാൻ അതിൽ വന്നത്, ഈ വെബ് സീരീസ് കഥ. അല്ലാണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ കേൾക്കുന്നതിന് മുമ്പേ ഞാൻ വേണ്ടെന്ന് പറയും. കാരണം വെബ് സീരീസ്, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം. കാരണം ഇത് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. ഒരു കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രമോ തെലുങ്കിൽ മാത്രമോ അല്ല, ഇത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം. സോ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ വേണം ആ സാധനം ചെയ്യാൻ. പലരും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നജീം കോയ ആ ടീമും ആ ക്രൂവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ഫോമിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്തത്. 1000+ ബേബീസ്. നീന ഗുപ്തയുണ്ട്, സഞ്ജു, ഷാജു ശ്രീധർ, ആദിൽ, ഇവരൊക്കെ ഉണ്ട്. ആൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു പ്രോജക്റ്റ്, ഞാനും ഭാവനയും ചെയ്യുന്നൊരു പ്രോജക്റ്റ്. അതിൻ്റെ ഡയറക്ടർ റിയാസ് മറാത്ത് ഒക്കെ പുതുമുഖ. പുള്ളി റൈറ്ററാണ്, പല പടങ്ങൾക്കും റൈറ്റ് ചെയ്തവളാണ് റിയാസ്. ആൻഡ് അപ്പോൾ അതാണ് രണ്ടും നിലവിലുള്ളത്. ഇങ്ങനൊരു കഥാപാത്രം എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹം തോന്നിയ ഒരു കഥാപാത്രം ഉണ്ട്? ചില എന്താ പറയുക, ചില ഫേമസ് ആയ കക്ഷികൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ റോൾ എന്നൊക്കെ പറയില്ലേ, ചില മിലിറ്ററി ജവാൻസോ ചില അങ്ങനെയൊക്കെയുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ചില ഇൻസിഡൻ്റ് ഒക്കെ നടന്ന അതൊക്കെ പോലെ ചില സാധനങ്ങളൊക്കെ. കുടുംബത്തെക്കുറിച്ച് ഒരു വൈഫേ ഉള്ളൂ, 2 പെൺകുട്ടികളും. മെഹർ വൈഫാണ്, 2 പെൺമക്കൾ, റുഷ്ത ആൻഡ് അലീഷ. ആൻഡ് മൂത്തവള് മാരീഡാണ്, അൽത്താഫ്. പുള്ളി IT-യിലാണ്, ബാംഗ്ലൂർ. അൽത്താഫ് കൊല്ലത്തു നിന്നാണ്. ആൻഡ് ലാസ്റ്റ് ഇയർ എനിക്കൊരു ബ്ലെസ്സിങ് ഉണ്ടായി, ഒരു ഗ്രാൻഡ് സൺ ഉണ്ടായി. അച്ഛനമ്മ പാരൻസ് നോ മോർ. ഫാദർ 2018, മദർ 2021 സോറി. റഹ്മാൻ എന്ന അച്ഛൻ എങ്ങനെയാണ്? ആസ് യൂഷ്വൽ എല്ലാ പാരൻ്റ് ഉള്ളതുപോലെ മക്കൾക്ക് താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, മക്കൾ പഠിച്ച് വലുതാവും. അതുപോലെ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ ഒരു സിനിമാക്കാരൻ്റെ വീട് പോലെ ആ ഒരു അന്തരീക്ഷമല്ല എൻ്റെ വീട്ടിൽ. ഒരു സ്റ്റാറിൻ്റെ വീടാണെന്നുള്ളത് അങ്ങനെയൊന്നും ഞാൻ തോന്നിപ്പിച്ചിട്ടില്ല അവരെ. എന്തിലും മീൻസ് അവരുടെ ഡെയിലി ജീവിതത്തിൽ പോലും നോർമൽ സ്കൂൾ ഇത് പാരൻസ് പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അവരുടെ എടുക്കുന്ന ഡിസിഷൻസും കാര്യത്തിലൊക്കെ ഞാൻ ഇൻവോൾവ് ആവും. കുട്ടികൾ ജനിച്ചതിന് ശേഷം ഞാൻ ഡ്രൈവേഴ്സ് ഒന്നും ആയിരുന്നില്ല. ഞാൻ ഇന്ന് വരെ ഡ്രൈവറെ കൊണ്ട് സ്കൂളിൽ ഇറക്കുകയോ പിക്കപ്പ് ചെയ്യിപ്പിച്ചില്ല. ഞാനുള്ളപ്പോഴൊക്കെ ഞാനായിരിക്കും ഡ്രോപ്പ് ചെയ്യുക, പിക്കപ്പ് ചെയ്യുക. മീൻസ് ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ കാലേജ് അവരെ ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും ഞാൻ ലൊക്കേഷൻ പോകുന്നത്. ഇതാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും. ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ വൈഫായിരിക്കും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ഈവൻ അവരൊരു ട്യൂഷന് പോവുകയാണെങ്കിലും പിയാനോ ക്ലാസ്സിന് പോവുകയാണെങ്കിലും ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും, പക്ഷേ അതൊരു 10-15 കിലോമീറ്റർ ദൂരമായിരിക്കും വീട്ടിൽ നിന്ന്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും സമയമാവും. ഞാൻ അവിടെ തന്നെ വണ്ടിയിൽ നിന്ന് കിടക്കും അവർ ക്ലാസ് തീരുന്നവരെ. 7 മണി 8 മണിക്കൊക്കെ ഞാൻ സീറ്റ് മടക്കി കണ്ടിരിക്കും, കാരണം ആരും കാണില്ലല്ലോ. മക്കൾ രണ്ടും മൂത്തോള് MBA ഗോൾഡ് മെഡലിസ്റ്റും ഒക്കെയാണ്. അവർക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കണം, ഞാനായതുകൊണ്ട് അവർക്ക് എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ ഇല്ല, മോളുടെ റെസ്പെക്റ്റ്, നീ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന് വന്ന് കാണിക്കുക ആയിക്കോട്ടെ എന്ന് വെച്ചു. മീൻസ് ഗെറ്റ് യുവർ ഡിഗ്രി. കാരണം ഞാൻ അനുഭവിച്ച ട്രാക്കിലൂടെ പോകരുത്. ഏർലി ഇതിൽ സിനിമയിൽ വന്ന് പിന്നെ ഒരു കാലം വരും, ഒരു ടൈം വരുമല്ലോ, അയ്യോ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയത് പോലും അവർക്ക്. സോ ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം നീ സിനിമയിൽ അഭിനയിക്കാൻ നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞു. സോ മൂത്തോൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. അവൾക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊക്കെ അവളുടെ അക്കാഡമിക്സ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാനങ്ങ് തീർത്തിട്ട് മതി മോളെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവൾക്കും പഠിത്തത്തിലോട് താല്പര്യം ഉണ്ടായിരുന്നു. MBA വരെ പഠിച്ചു, മെഡൽ മേടിച്ചു. അവൾക്ക് പല എന്താ പറയുക അവാർഡും റെക്കഗ്നിഷനൊക്കെ കിട്ടി പല വലിയ കമ്പനിയിൽ നിന്നൊക്കെ. ദെൻ മാരേജ് പ്രപ്പോസൽ വന്നപ്പോഴേക്കും നല്ലൊരു പ്രപ്പോസലായിരുന്നു. അപ്പം അവൾക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് അവളുടെ ഇതൊന്നുമില്ല, അവളുടെ കൺസേൺ ആയിരുന്നു. സോ അവളും എടുത്തൊരു ഡിസിഷനാണ്. നാട് നിലമ്പൂരായിരുന്നു അല്ലേ? നാടിനെ കുറിച്ചുള്ളൊരു ഓർമ്മ? നിലമ്പൂർ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയാം. കുറച്ച് കുറവായിട്ട് മീൻസ് അധികം കാലം ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലത്തോട്ട് ഞാൻ ബോർഡിംഗ് സ്കൂളും പാരൻസ് അബ്രോഡിലായിരുന്നു.
ഞാൻ അവിടെ ആയിരുന്നു. പിന്നെ ഊട്ടിയിൽ വന്ന് അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ എല്ലാ വെക്കേഷൻ ഹോളിഡേയ്സ് ആകുമ്പോൾ നിലമ്പൂർ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട് തറവാട്ടിൽ. അല്ലാതെ അങ്ങനെയൊന്നും അധികം ഇതില്ല. പിന്നെ അടുത്ത് ഞാൻ മമ്പാട് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നിലമ്പൂരിലായിരുന്നു കുറച്ചാണ് സ്റ്റേ. പക്ഷേ ഇപ്പം മാറി അന്നത്തെ ഇത്. ഇപ്പം ഡെവലപ്മെൻ്റ് ഒക്കെ ഒരുപാടായിട്ടുണ്ട്. കോഴിക്കോടുമായിട്ടുള്ള ബന്ധം എന്താ? കോഴിക്കോടായിരുന്നു ഞാൻ സ്ഥിരം. നിലമ്പൂരാണെങ്കിലും ഇവിടെ ആയിരിക്കും എൻ്റെ അധികം ഫ്രണ്ട്സ്. എനിക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കളാണ് ഇന്നും. അന്നുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. KRS സിറാജ്, KRS സിറാജ്, അർസൽ, ഷിഹാബ്, അഞ്ജും, ഇവരൊക്കെയാണ് എൻ്റെ അടുത്ത സുഹൃത്ത്. എനിക്ക് ചെന്നൈയിലൊന്നും അധികം സുഹൃത്തുക്കളില്ല. സോ ചെന്നൈയിൽ ഒറ്റയ്ക്കാണ്. സോ കാലിക്കറ്റ് വന്ന് അടിച്ചു പൊളിക്കും. ഇപ്പം 40 വർഷമായിട്ട് സിനിമയിലുണ്ട്, അഭിനയ രംഗത്താണ് സജീവമായിട്ടുള്ളത്. മറ്റേതെങ്കിലും സിനിമയുടെ മേഖലയിലേക്ക് മാറണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ടർ ആവണമെന്നുള്ള ആഗ്രഹം സിനിമയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് നടന്നേനെ. പിന്നെ പെട്ടെന്ന് തിരക്ക് കൂടിയപ്പോൾ അതും നിന്നുപോയി. ആലോചിച്ചിരുന്നോ അതിനുള്ള എന്തെങ്കിലും? അതെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി സ്ക്രിപ്റ്റൊക്കെ ആയി. ഇങ്ങനെ അതൊരു 5-6 വർഷങ്ങളായി ചെയ്യാൻ. പക്ഷേ ആ സമയത്ത് കഥ മാത്രം പറയാനിരുന്നതായിരുന്നു. അപ്പം പിന്നെ പ്രൊഡ്യൂസർ കഥ കേട്ടപ്പം ആക്ച്വലി ഒരു സംവിധായകൻ അല്ല, ഒരു ക്യാമറമാൻ ആയിരുന്നു അത് കേട്ടത്. കഥ കേട്ടിട്ട് പുള്ളി ഡയറക്ഷൻ ചെയ്യാനിരുന്ന പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി ഈ കഥ കേൾക്കാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ ഡയറക്ഷൻ ചെയ്യിപ്പിക്കാനും പുള്ളി ആവശ്യപ്പെട്ടു. ഒരു സീനിയർ ക്യാമറമാനാണ്, ബേബി എന്ന് പറഞ്ഞത്. അപ്പം പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടു, ചെയ്യാമെന്നും പറഞ്ഞു. റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആലോചിച്ചില്ല. പക്ഷേ അഫ്കോഴ്സ് മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ എഴുതിയിരിക്കുന്നതും ഒരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് സ്ക്രിപ്റ്റൊക്കെ റെഡിയായിരുന്നു. പക്ഷേ ടേക്ക് ഓഫ് ആയില്ല. കാരണം ഞാൻ സിനിമയിൽ അഭിനയം തിരക്കായതുകൊണ്ട് അങ്ങനെ അത് നാളെ എന്ന് പറഞ്ഞത് പിന്നെ അതങ്ങ് പോയി. എങ്ങനെയുള്ളൊരു സിനിമ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഇമോഷണൽ ആളാണ്. സോ എനിക്ക് എൻ്റെ സിനിമയിലും ക്യാരക്ടേഴ്സിനൊക്കെ നല്ല ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു സിനിമയായിരിക്കും. ഹ്യൂമൻ റിലേഷൻഷിപ്പ് അധികമായിരിക്കും. സോ പ്രണയവും ഉണ്ടാവും. പക്ഷേ സാധാരണ കാണുന്ന സിനിമ പ്രണയമല്ല. എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. സ്ഥിരതാമസം ചെന്നൈയിലാണ്. അതെ. നാട്ടിലേക്ക് മടങ്ങി വരണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാരൻസ് ഉണ്ടായിരുന്നപ്പം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തോന്നലില്ല. അഫ്കോഴ്സ് നാട്ടിലേക്ക് വരണമെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ അധികം കോഴിക്കോടൊക്കെയാണ്. പിന്നെ സിനിമയാണ് കണക്ഷൻ ഇങ്ങോട്ട് വരാനും നിൽക്കാനും ഒക്കെ ഉള്ള ഒരു ഇത്. പക്ഷെ ചെന്നൈ ആണ് ഇപ്പം എൻ്റെ മക്കളും ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്. ഞാനും ശീലിച്ചോടെ. സോ